ഭാഗ്യം കണ്ണാപ്പി കമന്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഫണ്ണായിട്ട് തന്നെയാണോ എടുക്കുന്നത്? പിന്നെ അതിലൊക്കെ എന്താ ഉള്ളത്? കാണാൻ കൊള്ളാവുന്ന ആരെ നോക്കട്ടെ. ഒരു ഗ്യാപ്പ് കൊടുക്കണം. എക്സ്ക്യൂസ് മീ അടിപൊളിയാണ്. സെയിം വലിയ മാറ്റങ്ങളൊന്നുമില്ല. പക്ഷെ നമുക്ക് ആസ് എ പേഴ്സൺ പുറത്തുനിന്ന് കാണുമ്പോൾ ഇല്ലാത്ത കുറേ ഫീലുകളും ഇമോഷൻസും ഒക്കെ അകത്തുനിന്ന് കിട്ടും. അങ്ങോട്ട് പോയിട്ട് ഈ 2 ദിവസം കഴിഞ്ഞപ്പോൾ സായിക്കിന് മനസ്സിലായി ഗാലറിയിൽ നിന്ന് ഗോൾ അടിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ കൈ അടിക്കുന്ന ഒരു വ്യക്തി. ഈ പണപ്പെട്ടിയില്ലേ, നന്ദുവിന് കൊടുക്കുന്നൊരു മൊത്തത്തിലൊരിതുണ്ട്, അത് അങ്ങനെ ഒരു ഇതുണ്ടോ? ഇത് പറഞ്ഞവര് ആരാന്നൊന്നും അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ഞാൻ ചർച്ചകൾ പലതും ആവാം. ഞാൻ എന്താണോ നന്ദുവിന് ചെയ്യുന്നത് അതെനിക്ക് എല്ലാവരോടും പറയേണ്ട ആവശ്യമില്ല. അവിടുത്തെ ടോക്സ് ആർ ഡിഫറെൻറ്റ്. ലൈക്ക് എനിക്ക് ആസ് എ പേഴ്സൺ നന്ദു എന്ന് പറയുന്നത് എൻ്റെ സിസ്റ്ററാണ്. എനിക്ക് അതിനകത്ത് നിന്ന് എനിക്ക് അത്രയും ബോണ്ടായിട്ടുള്ള ഒരാളാണ്. സോ ഡെഫിനറ്റ്ലി ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് പേഴ്സണലി എന്തൊക്കെ ചെയ്യാനുള്ളോ അതൊക്കെ ഞാൻ നന്ദുവിൻ്റെ കാര്യത്തിൽ ചെയ്യും. അതും പണിപ്പറ്റി നമ്മൾ അങ്ങനെയൊക്കെ ഇക്വേറ്റ് ചെയ്യുന്നവർക്ക് അവരുടെ തോട്ട്സ് ആണ്. അതൊക്കെ അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അതിലൊന്നും നമുക്ക് കടന്നു കയറിയിട്ട് ഇങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല. ജാസ്മിൻ്റെ ഒരു ഏജന്റാന്ന് പറഞ്ഞ് ഭയങ്കര ഒരു പ്രചരണമുണ്ട് ആ കോള് വന്നതിന് ശേഷം. ജാസ്മിൻ്റെ ഉപ്പയെന്ന് പറഞ്ഞില്ലല്ലോ ആരും. നന്നായി, ഭാഗ്യം. അപ്പൊ ആ ഒരു കോളൊക്കെ പുറത്ത് വന്ന് ലീക്കായി കുറച്ച് ഇഷ്യൂ ആയി പുറത്തെ, അതൊക്കെ ഇറങ്ങിയിരുന്നോ? അതൊക്കെ ഉണ്ടാവും, ഉണ്ടാവുമായിരിക്കും. ഞാൻ ജസ്റ്റ് കണ്ടു, പക്ഷെ ഞാനത് കൂടുതലായിട്ട് നോക്കിയിട്ടില്ല. പറയുന്നതിനോടുള്ള ഒരു മറുപടി എന്താണ്? പലർക്കും പലതും തോന്നാം. നമ്മളതിനകത്ത് ഉണ്ടായിരുന്ന ടൈമിൽ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ഓഡിറ്റ് ചെയ്യാൻ പറ്റും നമ്മളെ. അത് പിന്നെ രീതിയിലാവണം എന്ന് പറയാൻ പറ്റില്ലല്ലോ നമുക്ക്. സോ ആ ഓഡിറ്റ് ചെയ്തവർ അവരുടെ തോട്ട്സ് വെച്ചിട്ടാവും അവർ പറയുന്നത്. ഈ ബിഗ് ബോസ് എനിക്ക് കപ്പെടുക്കാൻ ചാൻസ് ഉള്ള ആൾക്കാർക്ക് എൻ്റെ പേഴ്സണൽ താല്പര്യം എനിക്ക് സിജോക്ക് കിട്ടണമെന്നാണ്. എന്തുകൊണ്ടായിരിക്കാം? ഈസ് എ ബ്രദർ, സിംപ്ലി. എങ്കിൽ പോലും ഫേക്ക് ആയിട്ട് കളിക്കുന്ന ഒരുപാട് പേര് ഇപ്പോഴും ബിഗ് ബോസ് ഉണ്ടെന്ന് തോന്നുന്നില്ലേ? ഇറ്റ്സ് ഓൾ സർവൈവൽ ഗെയിമാണ്. ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ 10 ലക്ഷം ആയി കഴിഞ്ഞാൽ 10 ലക്ഷം എടുക്കുമായിരുന്നോ? അങ്ങനെയാണ് ഞാൻ എന്ത് വന്നാലും എടുക്കുന്നുള്ള മൈൻഡായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു 50 രൂപയാണെങ്കിൽ എടുക്കുന്നുള്ള മൈൻഡായിരുന്നു. ഞാൻ അത് ഓൾറെഡി അവിടെ പറഞ്ഞതുമാണ്. വളരെ ശാന്തിയോട് കൂടിയല്ലേ ഇവിടെ നിൽക്കുന്നത്. വീഡിയോയിൽ സീക്രട്ട് എല്ലാവരോടും താങ്ക് യു. വോട്ട് ചെയ്തവരോടും ഇഷ്ടപ്പെട്ടവരോടും വെറുത്തവരോടും എല്ലാവരോടും ബിഗ് താങ്ക്സ്. കാരണം എല്ലാവരും കൂടിയും സപ്പോർട്ട് ചെയ്യും. പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഞാൻ പലരെയും കണ്ടന്റ് ആക്കിയിട്ടുള്ള ഒരാളാണ്. ഇപ്പം ഞാൻ പലരുടെയും കണ്ടന്റ് ആകുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണത്. എനിക്ക് ഇത്രയും അവർക്ക് കൊടുക്കാൻ പറ്റും, അത് കൊടുക്കാൻ പറ്റും. ഈ സായികൃഷ്ണനായിട്ടാണ് തിരിച്ചു വന്നത്. അപ്പോൾ ഈ സിനിമകളുടെ റിവ്യൂ അതുപോലെ തന്നെ വിമർശനങ്ങൾ ചെയ്യുമ്പോൾ സോഷ്യൽ മീഡിയ ഞാൻ റിയാലിറ്റി എന്നുള്ളത് ആദ്യം പറയുന്ന ഒരാളാണ്. പക്ഷേ എൻ്റെ പേഴ്സണൽ ലൈഫിലേക്ക് ഈ റീൽ എന്ന് പറയുന്ന ആ സാധനം മാറിയിട്ട് അത് റിയാലിറ്റിയിലും ബാധിക്കാൻ തുടങ്ങി. ഈ സീക്രട്ട് ഏജൻറ്റ് റിയൽ ലൈഫിലും വന്നു തുടങ്ങി. സോ അതുകൊണ്ട് വന്ന് എൻ്റെ പേഴ്സണൽ ലൈഫിൽ വന്ന കുറേ കാര്യങ്ങൾ സോർട്ട് ചെയ്യാൻ എനിക്കുണ്ടായിരുന്നു. ഈ ബിഗ് ബോസ് ഫാമിലി ഇഷ്യൂസ് ഒക്കെ കുറേ അധികം തീർത്തായിരുന്നല്ലോ, അതിനെക്കുറിച്ച് എന്താ പറയുക? ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. ഔട്ടാന് ശേഷം അച്ഛൻ വിളിച്ചിരുന്നു. അച്ഛനെ കോൾ ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എല്ലാം സെറ്റിലാണ്. ഇവിടുന്ന് പോയപ്പോൾ സായിയുടെ ലുക്ക് തന്നെ വേറെയായിരുന്നു. ബിഗ് ബോസ് എത്തിയപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി. ആ ലുക്കിനോട് എങ്ങനെയായിരുന്നു? അതൊരു മേക്ക് ഓവർ വേണമെന്നുള്ള ഒരു ഇതിൻ്റെ സായിന് ഈ കമന്റ് മൊത്തം സഹായിക്കുന്നില്ല. ഈ കണ്ണാപ്പി എന്നുള്ളൊരു കമന്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഫണ്ണായിട്ട് തന്നെയാണോ എടുക്കുന്നത്? പിന്നെ അതിലൊക്കെ എന്താ ഉള്ളത്? ഇന്ന് വേറെ നാളെ വേറെ. സോഷ്യൽ മീഡിയയിൽ നമുക്ക് അറിയുന്ന കാര്യം.